ഹിദായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വഴിതെറ്റാതെയുള്ള പ്രയാണമാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ നമസ്കാരത്തിലും എഹ്ദിന സുറാത്തൽ മുസ്തഖീം, നീ എന്നെ നേരായ മാർഗത്തിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിലുണ്ട്, റസൂൽ തൻ്റെ കൈകൊണ്ട് ഒരു നേർ രേഖ വരച്ചിട്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിൻ്റെ ചൊവ്വായ മാർഗം. എന്നിട്ട് അതിൻ്റെ ഇടത്തും വലത്തുമായി വേറെയും ചെറിയ രേഖകൾ വരച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ പല വഴികളാണ്. ഈ വരച്ചിരിക്കുന്ന ചെറിയ രേഖകളെല്ലാം പല വഴികളാണ്. തന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഓരോ വഴിയിലും പിശാച് കാത്തിരിക്കുന്നു. ആ നേരായ മാർഗത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ ചെറിയ വരകൾ അവിടെയും ഇവിടെയും വരച്ചുകൊണ്ട് പറഞ്ഞത് പിശാച് പതുങ്ങിയിരിക്കുന്ന ഇടങ്ങളാണ്. ആ വഴികളിലൂടെ നമ്മൾക്ക് ആകർഷണീയമായ പലതും നമ്മൾക്ക് കാണാൻ സാധിക്കും. ആകർഷണീയതകൾ തോന്നി നമ്മൾ നടക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിയിലായിരിക്കും എന്ന ബോധ്യമാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്.